നമ്മൾ ചിലരെയൊക്കെ കൂടെ നിർത്തുമ്പോഴും നമുക്ക് ആവശ്യത്തിന് വേണ്ടി കൊണ്ടു നടക്കുമ്പോഴും രഹസ്യമായോ പരസ്യമായോ അറിയാതെയോ ഒക്കെ ചിലപ്പോൾ നമ്മൾ പറയൂലേ, ഞാൻ അവനെ കൊണ്ടു നടക്കുന്നെങ്കിലും അവനൊരു പരമചെറ്റയാണ്, അവനൊരു വൃത്തികെട്ടവനാണ്, അതെനിക്കറിയാം, ഞാൻ അറിഞ്ഞാണ് കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ അവനൊരു കുഴപ്പക്കാരനാണ് എന്നൊക്കെ നമ്മൾ പറയൂലേ. കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിനോട് ട്രംപ് പറഞ്ഞു, ഹീസ് എ വെരി ഡിഫിക്കൽട്ട് ഗേ. ആരാണ്? ബി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒക്കച്ചങ്ങായിയും ഇൻ്റർനാഷണൽ കോർട്ടിലെ ഡിക്ലെയർഡ് ക്രിമിനലുമായ നെതന്യാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, അമേരിക്ക ഇല്ലായിരുന്നെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് അവർ ഇസ്രയേലിനെ തീർത്തേനെ. അതിൻ്റെ ഒരു നന്ദി പോലും ഈ പറയുന്ന നെതന്യാഹുവിനില്ല എന്നതാണ് ന്യൂയോർക്ക് ടൈംസിലെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മുടെ ട്രംപ് പറഞ്ഞത്. അത് പറയാനൊരു കാരണമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംഗതി ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ച് കരാർ ഒപ്പിടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇല്ല കുട്ടികളോട് പറയുമല്ലോ, നമുക്ക് ഒരുമിച്ച് പോയി അവിടുന്ന് PP വാങ്ങാം എന്നും പറഞ്ഞാണ് രണ്ടുപേരും ഇറങ്ങി പുറപ്പെട്ടത്. അവിടെ റെജിം ചേഞ്ച് നടത്തി, ഓയിലും മോഷ്ടിച്ച് അവരെ ഇല്ലാതാക്കി ഭസ്മീകരിച്ച് അവരെ തീർത്ത് കളഞ്ഞാൽ എബ്രഹാം അക്കോർഡ് എടുത്തു വെച്ച് നിരത്തി എല്ലാ അറബി രാജ്യങ്ങളെയും കൈപ്പിടിയിലൊതുക്കി ശേഷിച്ച കാലം സുഖമായി തൽക്കാലത്തേക്ക് നീങ്ങിയ ശേഷം പിന്നെ ഘട്ടം ഘട്ടമായി അറബി രാജ്യങ്ങളെയും തോൽപ്പിച്ച് വിശാല ഇസ്രയേൽ ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. ആ പണി പാളി. കരാറിലേക്കെത്തിയപ്പോൾ ഇസ്രയേലിന് ഒരു കാരണവശാലും ഈ കരാർ വ്യവസ്ഥ അംഗീകരിക്കാൻ കഴിയില്ല. കരാർ പോലും അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ കരാർ ഒപ്പിടാൻ പ്രഖ്യാപിച്ച ദിവസം തന്നെ ലെബനനിലും ബെയ്റൂട്ടിലും കയറി ഇസ്രയേൽ ആക്രമിച്ചത്. അത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചു. തൻ്റെ ജന്മദിനത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിട്ട് തൻ്റെ ഒരു വ്യക്തിപരമായ വിജയമാക്കി മാറ്റി അത് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഇസ്രയേൽ അവിടെ കയറി അടിച്ചത്. ലോകത്തുള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഈ യുദ്ധം വിശകലനം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ആ ആക്രമണം സദുദ്ദേശപരമല്ല. യഥാർത്ഥത്തിൽ അന്ന് അടിച്ചത് ട്രംപിൻ്റെ മുഖത്തിട്ടാണ്. കാരണം ട്രംപാണല്ലോ ഇതിന് പോകുന്നത്. ട്രംപിൻ്റെ നിയന്ത്രണത്തിലല്ല തങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ബോംബിട്ടത്. അതിനുള്ള മനോഹരമായ മറുപടിയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇവനൊരു കുഴപ്പക്കാരനാണ്, പക്ഷേ ഇവൻ അറിയുന്നില്ല അമേരിക്ക ഇല്ലായിരുന്നെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തീർന്നേനെന്ന്. 2 മണിക്കൂർ സമയം വെച്ച് എന്തിനാണെന്നറിയാമോ? ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ അഭ്യാസം കാണിച്ചാൽ ഇത് ഇറാൻ അവിടെ കൊണ്ട് ഇട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അവൻ്റെ കച്ചവടം തീർന്നേനെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ 2 മണിക്കൂർ നേരം 2 ദിവസം മതി അണുബോംബില്ലെങ്കിലും ഇറാന് അമേരിക്ക മാറിക്കൊടുത്താൽ 2 ദിവസം കൊണ്ട് ഇസ്രയേലിനെ തീർക്കും. ഒരു തർക്കവുമില്ല. അവർക്ക് പിന്നെ രക്ഷപ്പെടണമെങ്കിൽ ആകെ മാർഗം അണുബോംബ് കൊണ്ടുവന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ടതുപോലെ ഇറാനിലിടണം, അല്ലാതെ രക്ഷയില്ല. അതും അവരുടെ മനസ്സിലുണ്ടാവും ദീർഘകാല പ്ലാൻ എന്നുള്ള നിലയിൽ. അതുകൊണ്ടാണ് ഇറാൻ ഇത് വികസിപ്പിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വിവരദോഷവും ആ ക്രിമിനൽ മനോഭാവവും ആ കുടിലതന്ത്രത്തെയുമാണ് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിൽ കൃത്യമായി ട്രംപ് പറഞ്ഞത്. ഇവൻ കുഴപ്പക്കാരനാണ്, ഇവൻ പക്ഷേ സത്യം അറിയുന്നില്ല, ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഇവൻ എന്നേ പപ്പടം പടപടമായേനെ എന്നാണ് ട്രംപ് പറഞ്ഞു വച്ചത്.